I would like to welcome Altaf Salim and Anarkali Marikan. നമ്മുടെ പ്രിയപ്പെട്ട ആരോമൻ ആൻഡ് അമ്പലി. നല്ലൊരു കൈഡിയോടെയാണ് സ്വാഗതം ചെയ്യാം. കൈഡിയോടെ. Hi Altaf, hi Anarkali. So, Altaf and അനാർക്കലിയാണ് മന്ദാകിനി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത്. സോ ഇവർക്ക് മന്ദാകിനി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും. സോ അൽതാഫ് ഐ റിക്വസ്റ്റ് യു പ്ലീസ്. കാശ് തിരിച്ചിടണം, അടുത്ത പടം ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഞാൻ ഹ്യൂമർ പഠിപ്പിച്ചത് അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യാൻ പോവുക. പിന്നെ വേറെ അങ്ങനെയല്ല ബാക്കിയില്ല. നന്നായിട്ട് വരച്ച പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു സംവിധായകൻ കൂടെയാണല്ലോ അൽതാഫ്. ബിക്കോസ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടന്മാരെക്കാളും കൂടുതൽ സംവിധായകരാണ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതെന്താണ് കാരണം ഞാൻ അവരോട് ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ്, ഫൺ ഹ്യൂമർ ചിത്രമാണ്, അങ്ങനെയാണ് പറയില്ലേ അൽതാഫ് അല്ലേ? പക്ഷെ ഇയാൾ ലൈഫ് ഇത്ര സീരിയസ് ആണോ? ഒന്ന് ഇരിക്കണേ. കുറച്ച് അങ്ങനെ, പക്ഷെ അങ്ങനെയല്ലേ ഇരിക്കട്ടെ. ബിക്കോസ് വലിയ വലിയ മഹാനടന്മാരും നടിമാരും അങ്ങനെയാണല്ലേ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ജനിച്ചേട്ടനൊക്കെ അല്ലേ? സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച് പണ്ടാരടക്കും. അനാർക്കലി, സോ ലവ്ലി ടു സീ യു. ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു പരിവേഷത്തിൽ എങ്ങനെയുണ്ടായിരുന്നു മന്ദാകിനി എന്ന ചിത്രത്തിന്റെ യാത്ര? ആൻഡ് ടെൽ മീ വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്. നല്ല സുലേഖ മനസ്സിന് ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ്. അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ സ്നേഹമാണ് ഇവരോടൊക്കെ. കാര്യം എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ. പിന്നെ സിനിമ പറഞ്ഞാലും ഷിജേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടിയാണ്. പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഹ്യൂമർ അൽതാഫ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ? എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവെ ചെയ്യാൻ അത്ര ഈസി അല്ലാന്ന് ഇങ്ങനെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണം. ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു? ഹൗ വാസ് ഇറ്റ്? അല്ല, അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണെന്നല്ല, കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ ഇപ്പം വലിയ അഹങ്കാരം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇപ്പൊ പൊതുവെ സിനിമയ്ക്ക് മുമ്പ് കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ? ഇല്ല, ശരിയാണ്. നമുക്ക് അൽതാഫ് ബാലൻസ് ചെയ്തോളൂ.